അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. അല്ലാതെ ഇവിടെ നടക്കത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ, അത് മാത്രമേ നടത്തത്തുള്ളൂ. അതിന് മേലെ ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അവൻ്റെ കാര്യം കട്ടപ്പോകാക്കും, യാതൊരുവിധ സംശയമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ KSRTC ഡ്രൈവർ യദുവിൻ്റെ കാര്യവും നമ്മുടെ മേയറും MLA യും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഷോപ്പിൻ്റെ തുടർ ചർച്ചയുടെ ഭാഗമായിട്ട് നടക്കുന്നതിനെ കുറിച്ചാണ്. ഒരു മെമ്മറി കാർഡും ഉണ്ട്, ഒരു മന്ത്രിയും ഉണ്ട്. ഇനി CBI വരേണ്ടി വരുമെന്നാണ് ഇനിയിപ്പോൾ നമ്മളിനിപ്പോൾ ആലോചിക്കേണ്ടത്. ഇനി ഈ കേസ് CBIക്ക് വിടുന്നത് വരെ പോകും. കാരണം സുപ്രീം കോടതി വരെ പോകാമല്ലോ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി. ഇതിപ്പോൾ സുപ്രീം കോടതി വരെ പാവപ്പെട്ട പോകേണ്ട ഒരു അവസ്ഥയാണ്. ഒരു ദിവസം 700-750 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംപാനൽ ജോലിക്കാരൻ, അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കണേ. ആ സുഹൃത്തിൻ്റെ ഒരു സാധാരണക്കാരനായിട്ട് ഒരു മേയറും ഒരു MLA യും ഒരു അധികാര സ്ഥാനത്തിലുള്ള 1-2 പേര് ശ്രമിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ നടക്കും എന്നതാണ്. അവ ഇപ്പോൾ പണ്ട് മുണ്ട് പൊക്കിയത് വരെ കേസാണ്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പരിഷ്കാരമൊക്കെ നടത്താൻ ഇറങ്ങിത്തിരിച്ച നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ, പുള്ളിയെക്കുറിച്ച് നല്ല മതിപ്പാണ് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും എല്ലാ ജനങ്ങൾക്കും. ഓക്കെ, ആൾ പുലിയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഈ കാര്യത്തിൽ പുള്ളിയുടെ നിലപാട് ചുമ്മാ പ്രസ്താവന നടത്തിക്കൊണ്ട് കാര്യമൊന്നുമില്ല. അവർ മെമ്മറി കാർഡ് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും ലൈംഗിക ചേഷ്ട കാണിച്ചതിന് സ്ത്രീകൾക്കെതിരെ സ്ത്രീത്വത്തെ അവമാനിച്ച ഒരാളെയും ഇവിടെ ആരും അംഗീകരിക്കാനോ ബഹുമാനിക്കാനൊന്നും പോകുന്നില്ല. ആ മെമ്മറി കാർഡ് കിട്ടിയ ആ വീഡിയോ ദൃശ്യങ്ങളും കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തോട് അന്വേഷണവും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. എങ്ങനെ കണ്ടുകിട്ടും? എടുത്ത് മാറ്റിയവർ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുകിട്ടും? പട്ടത്തുനിന്ന് ആ വണ്ടി നിർത്തി അവിടെ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ട്, ആ യാത്രക്കാരെ കാര്യം പറയാതിരിക്കുന്നതാണ്. അത് 10-15 കിഴങ്ങന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായത്. ഒരാൾ കയറി, ഞാൻ MLA ആണ്, ഇവിടം വരെ വാഹനമുള്ളൂ, നിങ്ങൾ ഇനി ഇറങ്ങി പൊയ്ക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറങ്ങി അങ്ങ് പോകാൻ നടന്ന ആ ആൾക്കാരെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. അതൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നവരോ എന്തോ ആയിക്കോട്ടെ, അവർ ചർച്ച ചെയ്യണ്ട. എന്നാൽ ഇത്രയും സംഭവം നടന്നതിന് ശേഷമെങ്കിലും അവരൊന്ന് പ്രതികരിക്കണമായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല. എന്തിന്? ഇതിനകത്ത് കയറി ആ വീഡിയോ എടുത്ത ആൾക്കാരുടെ വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് അവർക്കെങ്കിലും ഇനി വന്ന് പറയാം. അവരെയൊക്കെ എപ്പോഴും ഹൈജാക്ക് ചെയ്ത് കാണും. ആ കണ്ടക്ടർക്കും കുറേ കാര്യങ്ങൾ അറിയാം, അതൊന്നും പറയത്തില്ല. ഇതിവിടെ പ്രധാന ചർച്ചാ വിഷയം അതൊന്നുമല്ല. ഇദ്ദേഹം പുറത്തേക്ക് എറിഞ്ഞ കവറ്, ഇദ്ദേഹം പണ്ട് മുണ്ട് വയ്ക്കിയ കാര്യം, ഇത് ആർക്കാ കേസില്ലാത്തത്? വണ്ടി ഓടിക്കുന്നതിന് ആക്സിഡൻറ്റ് കേസ് ഇല്ലാതിരിക്കാൻ പറ്റും? എത്ര കേസുകളുണ്ടാകും? എല്ലാവർക്കും ഉണ്ടാകും. വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഒരു പെറ്റി കേസെങ്കിലും എപ്പോഴെങ്കിലും എല്ലാവർക്കെങ്കിലും ഉണ്ടാകും, യാതൊരു സംശയമില്ല. അതുപോലും വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അത് ചർച്ചയെല്ലാം കേട്ടിട്ട് ഷിജു ഖാൻ്റെയൊക്കെ ചർച്ച കേട്ടിട്ട് ഇവർക്കൊക്കെ ദിവസക്കൂലിയാണോ മാസക്കൂലിയാണെന്ന് മറ്റേ നമ്മളെ രാജമാണിക്കെതിരെ മമ്മൂക്ക ചോദിക്കുന്ന പോലെ ആയിപ്പോയി. അതുപോലെയാണ്. മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ വേണ്ട വലിയ കണ്ടുപിടുത്തമൊന്നും വേണ്ട. കണ്ടുപിടിക്കാൻ വേണ്ടി ആ വണ്ടി നിർത്തി ഡ്രൈവർ അറസ്റ്റ് കൊണ്ടുപോയി ആൾക്കാരെ ഇറക്കി വിട്ടു. പിന്നീട് ആരാണ് വണ്ടി എടുത്തത്? കണ്ടക്ടർ, പോലീസുകാർ നേരെ ഡിപ്പോയിലേക്ക് പോയത്. അതിനുശേഷം വണ്ടി കണ്ട് ഇത്ര ഒരു 10-15 വരെ ചോദ്യം ചെയ്താൽ മതി. ചോദിക്കേണ്ട രീതി ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി കാർഡ് എവിടെ പോയെന്ന് സിമ്പിളായിട്ട് കിട്ടും. മെമ്മറി കാർഡ് ഇറങ്ങും പോയിട്ടൊന്നുമില്ല, എവിടെ ഇരിക്കേണ്ടടുത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ടായിരിക്കും, ഇനി നശിപ്പിച്ച് കളഞ്ഞായിരിക്കും. ഇനി വേറൊരു സിനിമയിലൊരു സീൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓടി കളിക്കുന്നുണ്ട്. ഒരു KSRTC ബസ് കുടിച്ചിടുന്നൊരു സീൻ. ആ സിനിമ ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല. അത് സംഭവിക്കായിരുന്നു വലിയ കാര്യം, ബസ് കാണാതെ പോകാത്തത്. പക്ഷേ പറയുമ്പം പറയാം, പഴയ ഒരാഴ്ച 2 ആഴ്ച 1 മാസം പുതിയൊരു വിഷയം, ഇപ്പം വേറെ വിഷയമൊന്നും വരാത്തതാണ് ഈ വിഷയം തന്നെ ഇങ്ങനെ മാധ്യമത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് ഇതവിടെ നിൽക്കും. പിന്നെ അനുഭവിക്കേണ്ട ആ ചെറുപ്പക്കാരനാണ്. പിന്നെ അവൻ്റെ കേസും അവൻ്റെ കുടുംബക്കാരുടെ കേസും ഒക്കെ കുത്തിപ്പൊക്കി ഇതൊരു സ്ഥിരം പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ സത്യം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുവരെ മേയർ പറഞ്ഞത് ഫുള്ള് എതിരായിട്ടാണ് വന്നിട്ടുള്ള അഭിപ്രായം. ബസ് തടഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, എന്ത് പറഞ്ഞോ അത് മൊത്തം എതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബസ്സിൽ യാത്ര ഒരാൾ പോലും മേയറെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടില്ല, ഡ്രൈവറെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ഒതുക്കി കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ കേസുകൾ പൊടുപടാ എടുക്കുന്നുണ്ട്. മേയറെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് പൊടുപടാന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇന്നിപ്പോൾ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുത്തുന്നുണ്ട്. അതൊക്കെ തൊടുപുള്ളിക്ക് നടക്കും. കാരണം പോലീസും സംവിധാനവും ഒക്കെ ഇവരെ ഭാഗത്തല്ലേ, അതെല്ലാം നടക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
എപ്പോഴും സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുമെന്നൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്ക് വേറൊരു ഇതിൽ തിരിച്ചടി കിട്ടും. ഈ ഒരു നിസ്സാര സംഭവത്തിന് ഇത്രയും വലിയ ഇതിൽ ആ പാവപ്പെട്ടനെ അവഹേളിച്ച് നാണം കെടുത്തി ആ പയ്യൻ ആ യദു എന്ന് പറയുന്നവൻ അവൻ വിട്ടുകൊടുക്കത്തില്ല. അവനോട് പറ്റുന്നിട്ട് ഫൈറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ വരുന്നിടത്ത് ശവം കാണും. പിന്നൊരു കാര്യം, ഓരോരുത്തർക്കും ഇത് വരുമ്പോൾ മാത്രമേ അവനവൻ പഠിക്കത്തുള്ളൂ. അവനവൻ്റെ ജീവിതത്തിൽ അനുഭവം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ.